ഇത് കളിയാട്ടം. അങ്ങനെ ഇന്നലെ നടന്ന ഫ്രാൻസ് പരാഗ്വേ മത്സരം, പരാഗ്വേ 1-0 തോൽപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. അപ്പം ആ കളിയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫുട്ബോൾ കളിയല്ലായിരുന്നു, ഇതൊരു കബഡി കളിയാണ്. അങ്ങോട്ടടി ഇങ്ങോട്ടടി. പരാഗ്വൻ ടീം വെറും ഡേർട്ടി ഗെയിമാണ് പരാഗ്വൻ ടീം കളിച്ചതെന്നല്ല. എംബാപ്പെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഡേർട്ടി ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മളും ആ കളി നമ്മളും കളിക്കുന്നു. അവരെന്ത് കളി കളിക്കുകയോ, ഫുട്ബോൾ കളി അല്ലെങ്കിൽ മറ്റേ കളി മീൻസ് അടിക്കളി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി എന്ന് വെച്ചാൽ വെറും വൃത്തികെട്ട കളിയാണ് പരാഗ്വേ കളിച്ചത്. അപ്പം ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തിനെ നയിച്ചത് പഗോള, ഒലീസ്, എംബാപ്പെ, ഡെമ്പലായിരുന്നു. പരാഗ്വേയിലെ എൻസിസോ, ഗോമസ്, അൽവരൻ, ഈ 3 പേരാണ് പരാഗ്വേയിലെ മുന്നേറ്റത്തിന് നയിച്ചത്. കളി തുടങ്ങി സെക്കൻഡ് ഹാഫ് രണ്ടാം പകുതിയിൽ 70-ാം മിനിറ്റ് ആയപ്പോഴാണ് എംബാപ്പയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടിയത്. പക്ഷേ ആ പെനാൽറ്റി എടുക്കുന്ന സമയത്ത് എന്ത് പ്രൊവോക്ക് ചെയ്യുമ്പോൾ കാണിച്ചത്. സത്യം പറഞ്ഞാൽ ഇവന്മാർക്ക് പിടിച്ച് 2 ഇടി കൊടുക്കാനാണ് തോന്നിയത് പരാഗ്വേ 10-0 തോക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, വെറും വൃത്തികെട്ട കളി വൃത്തികെട്ട കളി. എംബാപ്പെ ഇത് പെനാൽറ്റി അടിക്കാൻ ഇവന്മാർ എന്തെല്ലാം കാണിച്ച്. പക്ഷേ ബോംബെയിലെ രാജൻ മോഹനായ എംബാപ്പെ പെനാൽറ്റി അടിക്കാൻ അറിയാമല്ല എങ്ങനെ അടിക്കുമെന്ന്. അത് രാജൻ മോഹൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ 7 ഗോൾ അടിച്ചിരിക്കുകയാണ്, മെസ്സിക്കൊപ്പം എത്തിയിരിക്കുകയാണ്. സത്യം കളി വെറും വൃത്തികെട്ട കളിയായിരുന്നു. അങ്ങനെ ഈ കളിയിൽ ആപ്പാട് ഒരു മഞ്ഞക്കാർഡാണ് കൊടുത്തത് ലാസ്റ്റ്, അത് കളി തീരാൻ സമയത്ത് പരാഗ്വേക്ക്. അപ്പം ഈ ലാറ്റിൻ അമേരിക്ക ശൈലി എന്ന് പറയുമ്പം അത് ഇങ്ങനത്തെ ഒരു ടൈപ്പ്, കൊളംബിയ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അർജൻറ്റീന എടുക്കും. പക്ഷെ എടുത്താലും കളിയുടെ ഭംഗിയുണ്ട്. പക്ഷേ ഇതിൽ കളിയുടെ ഭംഗി, ഇതവർ ഫുട്ബോൾ കളിക്കാൻ വന്നതാണോ അല്ലാതെ ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ വന്നതാണെന്ന് അറിഞ്ഞൂടോ. അത്രയ്ക്കും വൃത്തികെട്ട കളിയായിരുന്നു. അങ്ങനെ കളി അവസാനം 1-0 പരാഗ്വേ തോൽപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ കിടന്നിരിക്കുകയാണ്. ക്വാർട്ടറിലാണ് ഫ്രാൻസിൻ്റെ എതിരാളി മൊറോക്കയാണ്, ആഫ്രിക്കൻ കരുത്ത മൊറോക്ക. പക്ഷേ നമുക്ക് കാണാം ഈ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും ബെസ്റ്റ് മത്സരം, വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും മൊറോക്കോ ഇന്നലെ കാനഡയെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ കിടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമിയിൽ മൊറോക്കയെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് ഫൈനലിൽ കിടന്നത്, അത് 2-0. അതിൻ്റെ ഒരു പകരം വീട്ടിൽ മൊറോക്കോയ്ക്ക് എന്തായാലും കാണും. നമുക്ക് കാണാം മൊറോക്കോയുടെ ആഫ്രിക്കൻ കരുത്ത മൊറോക്കോ എങ്ങനെ കളിക്കുമെന്ന് ഫ്രാൻസിനെതിരെ. ഫ്രാൻസും ചില്ലറ ടീമല്ല. ഈ വേൾഡ് കപ്പ് അവരെ മുന്നേറ്റ നിര ഒരു രക്ഷയില്ല. ഒലീസ്, ഡെമ്പലെ, കിലിയൻ എംബാപ്പെ, വാട്ടെ ഫിനിഷിങ്, പാസിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത മത്സരവുമായി നമുക്ക് വീണ്ടും കാണാം. കളിയാട്ടം.